നന്മ നിനക്കാൻ. സോഷ്യൽ മീഡിയയും വാട്സപ്പും ഉപയോഗിക്കുന്ന ആളുകൾ നന്മ പ്രചരിപ്പിക്കുകയും തിന്മയുടെ വക്താക്കളായി നമ്മൾ മാറരുത്, തിന്മയുടെ പ്രചാരകരായി നമ്മൾ മാറരുത്. തിന്മ നാട്ടിൽ നമ്മൾ പ്രചരിപ്പിച്ചാൽ അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ അനന്തരഫലം, അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മറക്കരുത്. ഇതൊക്കെ കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകാൻ പറ്റോ? അതിന് മാത്രം നമ്മുടെ നന്മ നമ്മുടെ കയ്യിലുണ്ടോ? തൗബ ചെയ്ത് മടങ്ങിക്കോളി. ഇത് കേൾക്കുന്ന ആളുകൾ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് മൊബൈൽ ഫോണിലൂടെ വീഡിയോ ആയി നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വാട്സപ്പിന്റെ അഡ്മിന്മാരായി, ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിന്മാരായി. അവർക്കൊന്നും സാമ്പത്തിക താല്പര്യമില്ല, അവർക്കാർക്കും സാമ്പത്തിക ലക്ഷ്യമില്ല. ഓൺലി ദുആയാണ് അവരുടെ ആഗ്രഹം. അള്ളാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ, അള്ളാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. ജോലിയൊക്കെ മാറ്റിവെച്ച് വാട്സപ്പിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ നല്ല നല്ല വഅദിന്റെ വീഡിയോകൾ കട്ട് ചെയ്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവർക്ക് എന്താ കിട്ടതില്? എന്താ കിട്ടുക? ജോലി എന്താണ്? എനിക്ക് ജോലിയുണ്ട്, ജോലി കഴിഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിൽ പോയാൽ പിന്നെ എനിക്ക് പണി കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഉസ്താദുമാരെ വഅദ് കേട്ടിട്ട് നല്ല നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യലാണ്. ഒരു ഗ്രൂപ്പിൽ 256 മെമ്പേഴ്സാണ്. 256 മെമ്പേഴ്സിൽ 100 പേര് വഅദ് കേട്ടാൽ പൊന്നുമോനെ നിന്റെ ഹൃദയം പ്രകാശമായി, നിന്റെ ഏടുകൾ പ്രകാശപൂരിതമായി. അതുകൊണ്ട് നന്മയുടെ പ്രചാരകരായി മാറണം ചെറുപ്പക്കാരാ, തിന്മയുടെ പ്രചാരകരായി മാറരുത്. തആവനു അലൽ ബിദ്ദി വത്തഖ്വാ, നന്മ പ്രചരിക്കുവാനും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നന്മ പറക്കുവാനും നിങ്ങൾ പ്രയത്നിക്ക്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയും തിന്മയും ദോഷങ്ങളും വ്യഭിചാരവും സമൂഹത്തിൽ പ്രചരിക്കാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. നിങ്ങൾ അതിന്റെ വക്താക്കളാവരുത്. അങ്ങനെ ആയിപ്പോയാലോ ഗൗരവമാണ് വിഷയം ഗൗരവമാണ്, വല്ലാത്ത ഗൗരവമാണ് ഈ വിഷയങ്ങളൊക്കെ. സാമ്പത്തിക താല്പര്യം പോലുമില്ലാതെ ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് നാട്ടിൽ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി സമൂഹത്തിന്റെ ജനമനസ്സിന്റെ മനസ്സുകളിലേക്ക് നന്മകൾ ഇട്ടുകൊടുക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാത്ത ആളുകൾക്കൊക്കെ അള്ളാഹു ബോധം നൽകട്ടെ. ഗാനമേളയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ, വ്യഭിചാരത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ, ഇങ്ങനെ സിനിമകൾ കൈമാറുന്ന ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു ബോധം നൽകി ഹിദായത്ത് നൽകി നന്മയുടെ ആളുകളാക്കി നാട്ടിന്റെ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ അത്താണിയായി സമൂഹത്തിന്റെ ഏറ്റവും മാതൃകായോഗ്യരായ ചെറുപ്പക്കാരാക്കി അള്ളാഹു സമൂഹത്തെ മാറ്റട്ടെ. അള്ളാഹു പറയാൻ, ഹബീബ് പറയാൻ, മൻ ദആ ഇലാ ളലാല, തിന്മയിലേക്ക് നയിക്കുന്ന ആളുകൾ കാന അലൈഹി മിനൽ ഇസ്ം, ആരാണോ ക്ഷണിച്ചത്, സിനിമ കാണാൻ പോകുമ്പോൾ ക്ഷണിച്ചവൻ, ആരൊക്കെയാണോ 5 പേരെ ക്ഷണിച്ചാൽ 5 പേരുടെയും ഹറാം അവനാണ്. വഅദിന് പോകുമ്പോൾ ചങ്ങാതിമാർ 5 പേരെ ക്ഷണിച്ചാൽ 5 പേര് കേട്ട ഖുർആനിന്റെ ആയത്തുകളും ഹദീസിന്റെയും വഅദിന്റെയും നന്മകൾ ഈ ക്ഷണിച്ച ആൾക്കാണ് അല്ലാഹു നൽകുന്നത്. അവർക്കുമുണ്ട്, അവരിൽ നിന്ന് യാതൊന്നും കുറയില്ല. അതുകൊണ്ട് എന്താണെന്ന് തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ആഖിറത്തിലേക്ക് പോകുമ്പോ നന്മയുടെ കൂമ്പാരവുമായിട്ട് പോവണോ അല്ല തിന്മയുടെ കൂമ്പാരവുമായിട്ട് പോവണോ? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.